ഈ നല്ല ദിനത്തിൽ നമുക്ക് ദേശത്തിന് നൽകുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ലഹരി വിമുക്ത ഭാരതം. ഇതൊരു വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ കൗമാരപ്രായക്കാരെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം. അവർ പലപ്പോഴും രക്ഷകർത്താക്കൾ പറയുന്നത് കേൾക്കാതെ അകന്നകന്ന് പോകുന്ന ഒരവസ്ഥ. ഇത് ശരിക്കും അവർക്ക് ബയോളജിക്കലായിട്ട് അവർക്കുണ്ടാകുന്ന പല മാറ്റങ്ങളുമാണ്. പലപ്പോഴും അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു ശ്രമമാണ്, പക്വത എത്തുന്നതിന് മുമ്പുള്ള ഒരു ശ്രമമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ധാരാളം പേർക്കെതിരെ കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കേസുകൾ എടുക്കുമ്പോൾ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളിലാണ്, തെറ്റായ കൂട്ടുകെട്ടിലൂടെയുള്ളതാണ് ഈ കേസുകളിലൊക്കെ ആവപ്പെടുന്നത്. പക്ഷേ ഇവർ കേസിൽ ഉൾപ്പെടുമ്പോൾ അവരെ രക്ഷിക്കാനും അവരെ ഇതിൽ നിന്ന്, ഈ കേസുകളിൽ നിന്ന് മോചിപ്പിക്കാനും ഒക്കെ വരുന്നത് അവരുടെ രക്ഷകർത്താക്കൾ മാത്രമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് നല്ലൊരു അടുപ്പം സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ രക്ഷകർത്താക്കൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനും മനസ്സിലാക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് പലതരത്തിലും പല രൂപത്തിലും ഇപ്പം ഒരുപാട് കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി ജീവിതത്തിൽ കൂടുതൽ പഠിക്കാനായിട്ട് പോകും, പല സ്ഥലങ്ങളിൽ ജോലിക്കായിട്ട് പോകും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കാണുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള, ലഹരിയുടെ സ്വാധീനം പല സ്ഥലത്തു നിന്നും വരാനുള്ള ഒരു സാധ്യതയുണ്ടാവും. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങൾ നോ പറയാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്താലേ, ഒരു ശക്തമായ ഒരു മനസ്സുണ്ടാക്കിയെടുത്താലേ പറ്റുള്ളൂ. അത് ഈ ദൈവത്തിനോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ലഹരിക്കെതിരെ നോ പറയാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കട്ടെ. എന്തായാലും ശരി, ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഈ ക്രിസ്മസ് ദിനത്തിൽ ലഹരിക്കെതിരെ, ഈ സന്തോഷത്തിന്റെ ദിനത്തിൽ പോലും ലഹരിക്കെതിരായിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നിങ്ങളെല്ലാവരെയും സന്ദേശം ഈ പൊതുസമൂഹത്തിൽ എത്തിക്കാൻ ശ്രമിച്ച് നിങ്ങളെല്ലാവരെയും ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ റാലിക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. നമസ്കാരം, നന്ദി. ഈ സമയം ബഹുമാനപ്പെട്ട ശിവകുമാർ സാർ അവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ ലഹരി വിരുദ്ധ സമാധാന സന്ദേശ റാലി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കരങ്ങളടിച്ച് സമാധാന സന്ദേശ റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ കുളവിക്കുളം ഒരുക്കുന്ന ലഹരി വിരുദ്ധ സമാധാന സന്ദേശ റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പ്രായഭേദമന്യേ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കാമെന്ന് ഞങ്ങൾ ഒന്നായി ആഹ്വാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു.
വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇതുവരെയും മദ്യപിച്ചിട്ടില്ല. പല മദ്യപാനത്തിനുമൊക്കെ അടിമകളായി ക്രിമിനൽസായി പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ ആയുധങ്ങളായി മാറേണ്ട യൗവനക്കാരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നതല്ല. നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 500 പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. കൂടുതലും ചെറുപ്പക്കാരാണ് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ഇതുപോലെ വന്ന് ഈ കർത്താവിന്റെ അതിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു ചർച്ചിൽ പോകുക എന്ന് പറഞ്ഞാൽ ഇന്ന് യുവാക്കന്മാർ യുവതികളിൽ സഭകളിൽ നിന്നോ ഇല്ല, അവരെ കണ്ടുകിട്ടാനില്ല. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അനവധി പിന്നെ കൊച്ചു പിള്ളേർ, അതായത് യുവാക്കന്മാർ യുവതികളൊക്കെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. എന്താണ് അതിന് കാരണം? ലോകത്ത് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു പോംവഴി. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങൾക്കകത്ത് കൊറോണ വന്നപ്പോൾ ഈ ലോകത്തിന് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ഒരു സ്നേഹബന്ധങ്ങൾക്കോ ഒരു മാതാപിതാക്കളുടെ സ്നേഹത്തിനോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരു സ്നേഹബന്ധങ്ങൾക്കും മനുഷ്യനെ വിടുവിക്കാൻ സാധിക്കത്തില്ല. ഒരു കൊറോണ എന്ന് പറഞ്ഞാൽ ഏത് ബന്ധങ്ങളും ഓടിപ്പോകും. ആരും നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ മനുഷ്യന് എവിടെ നിന്നാണ് രക്ഷ? രക്ഷയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ മനുഷ്യൻ പരക്കം വയ്യുമ്പോൾ ബൈബിൾ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ രക്ഷകനായി 2022 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ പൂജാതനായി. ആ രക്ഷകനെ കുറിച്ച് വിദ്വാൻമാർ പറഞ്ഞ രാജാവെന്നാണ്. എന്നാൽ രാജാവായ യേശുക്രിസ്തു പിറന്നത് കൊട്ടാരത്തിനകത്തല്ല, ഒരു സാധാരണ ഒരു കാലിത്തൊഴിൽ